GM കോമേഴ്സിലേക്ക് സ്വാഗതം. അക്കൗണ്ടിംഗ് പഠിക്കാം. ട്രയൽ ബാലൻസിൻ്റെ ഒരു പൂർണ്ണ രൂപമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും മുകളിലായി ട്രയൽ ബാലൻസ് ആസ് അറ്റ് 31st January 2022. ഇനി ഇതിൽ നമ്മൾ ലെഡ്ജർ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്തു. അത് ക്യാരി ഡൗൺ ചെയ്ത് ബ്രോഡ് ഡൗൺ ചെയ്തു. അതിൽ ക്യാരി ഡൗൺ ചെയ്ത് ബ്രോഡ് ഡൗൺ ചെയ്ത ആ എമൗണ്ടാണ് ഇവിടെ എഴുതുന്നത്. ആദ്യത്തെ ഐറ്റം ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബ്രോഡ് ഡൗൺ ചെയ്ത ബാലൻസ് എന്ന് പറയുന്നത് 5 lakhs ആണ്. അത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് അത് ക്രെഡിറ്റ് കോളത്തിൽ എഴുതി വെച്ചു. ഇനി രണ്ടാമത്തേത് ക്യാഷ് ഇൻ ഹാൻഡ്. അത് ബ്രോഡ് ഡൗൺ ചെയ്ത ബാലൻസ് 59,500 ആണ്. അത് ഡെബിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് ഡെബിറ്റ് കോളത്തിൽ എഴുതി വെച്ചു. ഇനി ബാങ്ക് അക്കൗണ്ട്, അത് ഡെബിറ്റ് ബാലൻസ് ആണ്. ബ്രോഡ് ഡൗൺ ചെയ്ത ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണ്, 4 lakhs. അതുകൊണ്ട് അത് ഡെബിറ്റ് കോളത്തിൽ എഴുതി വെച്ചു. ഇനി ബിൽഡിംഗ് അഡ്വാൻസ് അക്കൗണ്ട്, അത് ഡെബിറ്റ് കോളമാണ്, 10,000. അതുകൊണ്ട് അത് ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ഡെബിറ്റ് കോളത്തിൽ എഴുതി വെച്ചു. ഇനി ഓഫീസ് ഫർണിച്ചർ അക്കൗണ്ട്, ബ്രോഡ് ഡൗൺ ചെയ്ത ബാലൻസ് 5,000 ആണ്. അതുകൊണ്ട് അത് ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ഡെബിറ്റ് കോളത്തിൽ എഴുതി വെച്ചു. ഇനി കമ്പ്യൂട്ടർ ബ്രോഡ് ഡൗൺ ചെയ്ത ബാലൻസ് 10,000 ആണ്. അതുകൊണ്ട് അത് ഡെബിറ്റ് സൈഡിൽ എഴുതി വെച്ചു. ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതി വെച്ചു. ഇനി അടുത്തത് സാലറീസ് അക്കൗണ്ട് ബ്രോഡ് ഡൗൺ ചെയ്ത ബാലൻസ് 5,000 ആണ്, ഡെബിറ്റ് ബാലൻസ്. അതുകൊണ്ട് അത് ഡെബിറ്റ് സൈഡിൽ എഴുതി വെച്ചു. ഇനി ഇൻട്രസ്റ്റ് റിസീവ്ഡ്, അത് ബ്രോഡ് ഡൗൺ ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണ്, 1,000 rupees. അതുകൊണ്ട് അത് ക്രെഡിറ്റ് കോളത്തിൽ എഴുതി വെച്ചു. ഇനി അടുത്തത് വേജസ് ആണ്. ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് ഡെബിറ്റ് ബാലൻസ് ആണ്, 10,000. അതുകൊണ്ട് അത് ഡെബിറ്റ് കോളത്തിൽ എഴുതി വെച്ചു. അടുത്തത് വേജസ് ആണ്. വേജസ് അക്കൗണ്ട് ബ്രോഡ് ഡൗൺ ബാലൻസ് 500 ഡെബിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് അത് ഡെബിറ്റ് കോളത്തിൽ എഴുതി വെച്ചു. ഇനി ഓഫീസ് റെന്റ്, അതും ബ്രോഡ് ഡൗൺ ബാലൻസ് 1,000 ഡെബിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് അത് ഡെബിറ്റ് കോളത്തിൽ എഴുതി വെച്ചു. ഇനി ഈ ഡെബിറ്റ് കോളത്തിൻ്റെ ടോട്ടൽ വന്നിരിക്കുന്നത് 5 lakhs 1,000 ആണ്. ക്രെഡിറ്റ് കോളത്തിൻ്റെയും ടോട്ടൽ വന്നിരിക്കുന്നത് 5 lakhs 1,000 ആണ്. അപ്പം ഇങ്ങനെ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും തുല്യമായിട്ട് വന്നതുകൊണ്ട് ഇതിനെ അരിത്തമാറ്റിക്കലി ആക്യുറേറ്റ് എന്നാണ് പറയുന്നത്. തുല്യമായ ഡെബിറ്റിന് തുല്യമായ ക്രെഡിറ്റ് വന്നിട്ടുണ്ട്. ഇനി ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിലെന്തെങ്കിലും അക്കൗണ്ടിൽ ബാലൻസിൽ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ തെറ്റ് പറ്റിയിട്ടുണ്ട്, അത് നമ്മൾ കറക്റ്റ് ചെയ്ത് വേണം അക്കൗണ്ട് ക്ലിയർ ചെയ്യാനായിട്ട്. ഇനി അവിടെ ലെഡ്ജർ ഫോളിയോ കോളം എന്നൊരു കോളം കണ്ടു. ഇതാണ് ലെഡ്ജർ ഫോളിയോ കോളം. ഈ ലെഡ്ജർ ഫോളിയോ കോളത്തിൽ നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് ബാലൻസ് ചെയ്തപ്പോൾ ആ പേജ് എവിടെയാണ് കിടക്കുന്നത്, ആ പേജ് നമ്പർ വേണം ഇവിടെ എഴുതി വെക്കാനായിട്ട്. ലെഡ്ജർ എന്ന ബുക്കിലെ ഈ അക്കൗണ്ടുള്ള പേജ് നമ്പർ. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്. ആ ക്യാപിറ്റൽ അക്കൗണ്ട് എത്രാമത്തെ പേജിലാണ് അതിവിടെ എഴുതണം. ഇനി ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്ത ക്യാരി ഡൗൺ ചെയ്ത് ബ്രോഡ് ഡൗൺ ചെയ്ത ബാലൻസ് എത്രാമത്തെ പേജിലാണ്, ആ പേജ് നമ്പർ ഇവിടെ എഴുതുക. ഇങ്ങനെ ഓരോ ഐറ്റത്തിൻ്റെയും പേജ് നമ്പർ ഇവിടെ എഴുതുക. അതാണ് ഈ ലെഡ്ജർ ഫോളിയോ കോളത്തിൻ്റെ ഉദ്ദേശം. ഇത്രയും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഈ ട്രയൽ ബാലൻസ് ഒരു ദിവസത്തേക്കിന് മാത്രമേ, അല്ലെങ്കിൽ ആ
ക്യാരി ചെയ്ത് ബ്രോട്ട് ഡൗൺ ചെയ്യുന്ന ആ സമയത്ത് മാത്രമേ ഇത് കറക്റ്റ് ആവുള്ളൂ. കാരണം ബിസിനസ് ഒരു കണ്ടിന്യൂയിങ് പ്രോസസ്സാണ്. ബിസിനസ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പുതിയ പുതിയ ട്രാൻസാക്ഷൻസ് വരും. അതെല്ലാം നമ്മൾ ജേർണലിൽ എഴുതി ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഇത് ട്രയൽ ബാലൻസിന് മാറ്റം വരും. അതായത് ലെഡ്ജർ അക്കൗണ്ട് ബാലൻസിന് മാറ്റം വരുന്നതുകൊണ്ട് ട്രയൽ ബാലൻസിന് മാറ്റം വരും. ഇതിന് മെയിൻ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, തുല്യമായ ഡെബിറ്റിന് തുല്യമായ ക്രെഡിറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇനിയും ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു സിമ്പിൾ ഫോമാണ്. ഇനിയും ഇത് തന്നെ പല പ്രാവശ്യം നമ്മൾ ആവർത്തിക്കും. വരും കാലഘട്ടങ്ങളിൽ വരും കാലത്തെ പഠനത്തിലൊക്കെ നമ്മൾ ജേർണലും ലെഡ്ജറും ട്രയൽ ബാലൻസും ഒക്കെ വീണ്ടും വീണ്ടും നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ മനസ്സിലാകും. ഇനി എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും ഒരിക്കൽ കൂടി നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.